എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി. എനിക്ക് ശാന്തിഗിരി ആശ്രമവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറയാറുള്ളത് പോലെ അച്ചായത്തിക്ക് എന്താണ് ആശ്രമത്തിൽ കാര്യം എന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ പേര് ശാന്തിഗിരിയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഈ ഞാൻ. അപ്പോൾ ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. MBBS കഴിഞ്ഞ് PG എൻട്രൻസിന് പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ വെറുതെ ജോലി ചെയ്യാതെ ഇരുന്ന് പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അധികം തിരക്കില്ലാത്ത എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ശാന്തസുന്ദരമായ ശാന്തിഗിരിയിൽ എത്തിയത്. അപ്പോൾ ശാന്തിഗിരി ഹോസ്പിറ്റലിൽ അന്ന് ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാം ഉണ്ടായിരുന്നു. താമസിക്കാൻ ഒരു 3 ബെഡ്റൂം ഹൗസ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തന്നെ റെൻറ്റിന് എടുത്ത് തന്നു. അതായത് റെൻറ്റ് ഞങ്ങളല്ല കൊടുത്തിരുന്നത്, ഹോസ്പിറ്റലാണ് കൊടുത്തിരുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു അടിപൊളി വീടായിരുന്നു അത്. ഒരുപാട് നന്മയും സ്നേഹവുമൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി. ഫുഡ് ഫ്രീ ആയിരുന്നു. അതായത് നല്ല ഒന്നാന്തരം ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് വെജിറ്റേറിയൻ ഫുഡായിരുന്നു. വെജിറ്റേറിയൻ ആണെങ്കിലും ബോറടിക്കില്ലായിരുന്നു. രാവിലെ വലിയ ഗ്ലാസ്സിൽ നല്ല ശുദ്ധമായ പശുവിൻ പാൽ തരുമായിരുന്നു. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ നല്ല കട്ടത്തൈര് ഉണ്ടാവും. പിന്നെ അവിയൽ, സാമ്പാർ, തോരൻ, പച്ചടി, കിച്ചടി, അങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടാവും. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു നാരങ്ങക്കറിയായിരുന്നു. ശർക്കരയാണോ കരിപ്പൊട്ടിയാണോ എന്നറിയില്ല, അവർ അതിൽ ചേർക്കുമായിരുന്നു. ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോഴും ആ ടേസ്റ്റ് എൻ്റെ നാവിൽ ഉണ്ട്. സൺഡേ ഓഫായിരുന്നു. അന്ന് ഞങ്ങൾ ഫിഷും ചിക്കനുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. ആദ്യകാലത്ത് നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങി. സാരി ആയിരുന്നു ഹോസ്പിറ്റലിലെ വേഷം. അന്ന് അവിടെ ആരും ചുരിദാറൊന്നും ഇടില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ആശ്രമത്തിൽ നിന്നും ഒരു കോൾ വന്നു. ഗുരുവിന് സുഖമില്ല, പെട്ടെന്ന് അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. ശാന്തിഗിരി വിശ്വാസികൾ ദൈവതുല്യനായി കാണുന്ന ഒരാളാണ് ഗുരു. ആശ്രമത്തിൽ മെഡിസിൻസ് ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടറായ ഞാൻ അവിടെ പോയി എന്ത് ചെയ്യാനാണ്? പക്ഷെ ഞാൻ ധൈര്യം കൈവിട്ടില്ല. എമർജൻസി മെഡിസിൻസും ഓക്സിജനും ഒക്കെ ആയിട്ട് ആംബുലൻസിൽ ആശ്രമത്തിലേക്ക് പാഞ്ഞു. ആശ്രമ പരിസരത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് ഗേറ്റിൽ ഊരിയിട്ട് സാരിത്തുമ്പ് പൊക്കിപ്പിടിച്ച് ഞാൻ ഓടി. മണൽ നിറഞ്ഞ അതിവിശാലമായ മുറ്റത്തുകൂടി ഓടിക്കിതച്ച് ആശ്രമത്തിലെത്തി. അന്ന് ഞാൻ 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അതൊന്നും ആലോചിക്കാതെയുള്ള ഒരു ഓട്ടമായിരുന്നു അത്. ആയുർവേദത്തിലെ ഒരു മെയിൽ ഡോക്ടറും എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെത്തുമ്പോൾ ഗുരു സ്വജീവൻ വെടിഞ്ഞ് ഈ ലോകം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശരിക്കും ICU കെയർ വേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു അത്. ഇപ്പം ഗുരുവിൻ്റെ അടുത്ത് നിന്ന ഒരു സ്വാമിജി പറഞ്ഞു, ഗുരുവിന് മരണമില്ല, ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം, പേടിക്കേണ്ട എന്ന്. ആയിരക്കണക്കിന് വിശ്വാസികൾ ഗുരുവിനെ ഒന്ന് തൊടാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വിശ്വാസിയോ ആ നാട്ടുകാരിയോ ഒന്നുമല്ലാത്ത എനിക്കാണ് അന്ത്യനിമിഷങ്ങളിൽ ഗുരുവിനെ കെയർ ചെയ്യാൻ പറ്റിയത്. ഞാൻ ഗുരുവിന് കാർഡിയാക് മസാജ്,
അതായത് CPR കൊടുത്തു, പിന്നെ എമർജൻസി മെഡിസിൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ വിലയേറിയ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് പറ്റിയില്ല. അദ്ദേഹം സമാധിയായി. നൂറുകണക്കിന് വിശ്വാസികൾ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിവരമറിഞ്ഞ ജനം ഇളകി. ഞാൻ ആൾക്കൂട്ടത്തിൽ പെട്ടു. എന്നെ കൊണ്ടുവന്ന ആംബുലൻസിനെയോ ഡ്രൈവറിനെയോ ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ദൂരെ മാറി ഒരു കല്ലിൽ കുത്തിയിരുന്നു. വെളുപ്പിനായപ്പോൾ ഒരു സ്റ്റാഫ് എന്നെ കണ്ടുപിടിച്ചു, തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കി. ഗുരുവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി അന്ന് രാത്രി മുഴുവൻ അവിടെ ഒരുപാട് വിശ്വാസികൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു കരുണാകര ഗുരു. ആ മഹാത്മാവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അടുത്തുണ്ടാവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.